നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റാൻ ഇഡിക്ക് ഇപ്പോൾ താൽപര്യമില്ലെന്ന് കേരള സർക്കാരിന്റെ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ നിർണായകമായ ചോദ്യം സുപ്രീം കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നു. നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റുന്നതിനെ എന്തിനാണ് എതിർക്കുന്നത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. വിചാരണ ബംഗളൂരുവിലെ കോടതിയിലേക്ക് മാറ്റണമെന്ന ഇഡിയുടെ ട്രാൻസ്ഫർ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഈ ചോദ്യം ഉന്നയിച്ചത്. കേസിലെ എല്ലാ പ്രതികളെയും ട്രാൻസ്ഫർ ഹർജിയിൽ കക്ഷിയാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇഡിയുടെ ട്രാൻസ്ഫർ ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ കേസിലെ പ്രതിയായ എം ശിവശങ്കറിന്റെ സീനിയർ അഭിഭാഷകൻ ജയന്ത് മുത്തുരാജ് എന്നിവരോടാണ് വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റുന്നതിന് എന്തിനാണ് എതിർക്കുന്നതെന്ന് സുപ്രീം കോടതി ചോദിച്ചത്. ട്രാൻസ്ഫർ ഹർജിയെ എതിർക്കരുതായിരുന്നുവെന്നും ജസ്റ്റിസുമാരായ എം സുന്ദരേഷ്, രാജേഷ് ബിന്ദാൽ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തു. അതേസമയം കേസിൽ 23 പ്രതികളുണ്ടെന്നും അതിൽ 14 മാത്രമാണ് ട്രാൻസ്ഫർ ഹർജിയിൽ കക്ഷി ചേർത്തിരിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് ബാക്കിയുള്ളവരെ കൂടി കക്ഷി ചേർക്കാൻ ഇഡിയോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ട്രാൻസ്ഫർ ഹർജി ഫയൽ ചെയ്യുമ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യമുള്ള ഇപ്പോൾ കർണാടകത്തിലേത് എന്നുമാണ് ഈ സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അന്വേഷണം അട്ടിമറിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിന് കാരണമായി ഇഡി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു ആവശ്യത്തിന് പ്രസക്തിയില്ല എന്നതടക്കമുള്ള ഒരു കാര്യവും കൂടി കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കപിൽ സിബലിന് പുറമെ സ്റ്റാൻഡിംഗ് കോൺസൽ CK ശശി ഹാജരാകുകയും ചെയ്തിരുന്നു. വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റുന്നതിൽ പ്രശ്നമില്ലെന്ന് സരിത്തിന്റെയും സ്വപ്നയുടെയും അഭിഭാഷകനായ R കൃഷ്ണരാജും കോടതിയെ അറിയിച്ചിരുന്നു. എന്തായാലും നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ സംഭവ വികാസങ്ങളൊക്കെ ഒന്ന് നോക്കാം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കർ 50 ലക്ഷവും സ്വപ്ന സുരേഷ് 6 കോടിയും ഒടുക്കണമെന്ന് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നിർദ്ദേശിച്ചിരുന്നു. നയതന്ത്ര സ്വർണ്ണക്കടത്തിലെയും ഡോളർ കടത്തിലെയും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ ഉത്തരവുകളുടെ പകർപ്പുകൾ അടക്കം നേരത്തെ പുറത്തുവന്നതാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കർ 50 ലക്ഷവും സ്വപ്ന സുരേഷ് 6 കോടിയും, ഡോളർ കടത്ത് കേസിൽ സ്വപ്നയ്ക്കും ശിവശങ്കറും 65 ലക്ഷം രൂപ വീതവുമാണ് പിഴ നേരത്തെ ഈടാക്കിയത്. കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ രാജേന്ദ്ര കുമാറിന്റേതായിരുന്നു ഉത്തരവ്. മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കം 44 പേരിൽ നിന്നും 66 കോടി രൂപ ഈടാക്കുക എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. ഡോളർ കടത്ത് കേസിൽ യൂണിടാക് MD സന്തോഷ് ഈപ്പൻ 1 കോടിയും UAE കോൺസുലേറ്റ് മുൻ ജീവനക്കാരൻ ഖാലിദ് 1.3 കോടിയും പിഴ ഒടുക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നത് ശിവശങ്കറിന്റെ അറിവോടുകൂടിയാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നതാണ്. UAE കോൺസുലേറ്റ് മുൻ ജീവനക്കാരൻ ഖാലിദുമായി ശിവശങ്കറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നും ഇയാൾ പലതവണ ഡോളർ കടത്തിയത് ശിവശങ്കറിന്റെ അറിവോടുകൂടിയാണെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നതാണ്. ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷ്, യൂണിടാക് MD സന്തോഷ് ഈപ്പൻ എന്നിവരുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടുന്ന ഒരു നടപടി കൂടി നേരത്തെ സ്വീകരിച്ചിരുന്നതാണ്. ബാങ്ക് ബാലൻസും വീടും ഉൾപ്പെടെയുള്ള 5.38 കോടി രൂപയുടെ സ്വത്തായിരുന്നു കണ്ടുകെട്ടിയത്. ED Xലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ സ്വപ്ന സുരേഷ് 2ാം പ്രതിയും സന്തോഷ് ഈപ്പൻ 7ാം പ്രതിയുമാണ്. കോടതിയിൽ വിചാരണ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു ED ഇത്തരത്തിലൊരു നീക്കം നേരത്തെ നടത്തിയതെന്നതും ശ്രദ്ധേയമായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന നടപടിയായിരുന്നു ED സ്വീകരിച്ചത്. ലൈഫ് മിഷൻ കോഴക്കേസിൽ സ്വപ്ന സുരേഷിനെ കുരുക്കിലാക്കി യൂണിടാക് MD സന്തോഷ് ഈപ്പന്റെ മൊഴിയടക്കം പുറത്തു വന്നതും വലിയ നിർണായകമായി മാറിയിരുന്നു. ഈ കേസിനെ സംബന്ധിച്ച് സർക്കാരുമായി കരാർ ഒപ്പിടും മുമ്പ് തന്നെ സ്വപ്ന സുരേഷും സംഘവും കോഴ ആവശ്യപ്പെട്ടുവെന്ന് സന്തോഷ് ഈപ്പൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. പദ്ധതിയുടെ പ്രാഥമിക ചർച്ചയിൽ തന്നെ സ്വപ്ന കോഴ ആവശ്യപ്പെട്ടെന്ന് സന്തോഷ് ഈപ്പൻ EDക്ക് നൽകിയ മൊഴിയിലുണ്ടായിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ച തുടങ്ങുന്നത് മുതൽ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് വരെയുള്ള നിർണായക വിവരങ്ങളായിരുന്നു സന്തോഷ് ഈപ്പന്റെ മൊഴിയിലുണ്ടായിരുന്നത്. കേസിൽ 7ാം പ്രതിയായ യൂണിടാക് MD സന്തോഷ് ഈപ്പൻ 4 കോടിയിലധികം തുക കരാർ കിട്ടിയതിന്റെ ഭാഗമായി ഇടനിലക്കാർക്ക് കോഴ നൽകിയിരുന്നു. EDയുടെ ചോദ്യം ചെയ്യലിൽ സന്തോഷ് ഈപ്പൻ നൽകിയ മൊഴി നിർണായകമായിരുന്നു. ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട് ആദ്യ ചർച്ചയിൽ സ്വപ്ന സുരേഷും സന്ദീപും സരിത്തുമാണ് പങ്കെടുത്തത്. പദ്ധതിയുടെ കരാർ നൽകണമെങ്കിൽ കമ്മീഷൻ നൽകണമെന്ന് ആദ്യമേ തന്നെ സ്വപ്ന ആവശ്യപ്പെട്ടു. അതോടെ ആദ്യഘട്ടത്തിൽ കരാർ വേണ്ടെന്ന് വെച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം കരാറിനായി സ്വപ്നയും സംഘവും വീണ്ടും ബന്ധപ്പെട്ടു. പദ്ധതി തുടങ്ങുന്നതിന് മുൻപ് മുൻകൂറായി കരാർ തുക നൽകാമെങ്കിൽ കമ്മീഷൻ തിരികെ നൽകാമെന്ന നിബന്ധനയാണ് അന്ന് മുന്നോട്ട് വെച്ചത്.
UAE കോൺസുലേറ്റിനെ കാണണമെന്നും യൂണിടാക് ആവശ്യപ്പെട്ടിരുന്നു. പദ്ധതിയുടെ 40% തുക പണി തുടങ്ങുന്നതിന് മുൻപ് നൽകാമെന്ന് പറഞ്ഞതോടെ കോഴ നൽകാമെന്ന് യൂണിടാക്കും സമ്മതിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ചർച്ച നടത്തുന്നതിന് മുൻപായിരുന്നു ഇരുകൂട്ടരും തമ്മിൽ കമ്മീഷനിൽ ധാരണയിലെത്തിയത്. തുടർന്ന് 3.80 കോടി രൂപ സ്വപ്നയ്ക്കും UAE പൗരനായ ഖാലിദിനും 1.12 കോടി രൂപ സരിത്തിനും സന്ദീപിനും യദുവിനും നൽകി. ഇതിനുശേഷമാണ് പദ്ധതിയുടെ എഗ്രിമെന്റിൽ യൂണിടാക് ഒപ്പുവെച്ചതെന്നും EDക്ക് നൽകിയ മൊഴിയിൽ സന്തോഷ് ഈപ്പൻ വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി ഇടപെട്ട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ധാരണാപത്രം അട്ടിമറിച്ചെന്ന സ്വന്തം ആരോപണത്തിന് വിരുദ്ധമായി സ്വപ്നയുടെ തന്നെ മൊഴി പുറത്തു വന്നിരുന്നു. ലൈഫ് മിഷൻ കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് സ്വപ്നയുടെ പരസ്പര വിരുദ്ധമായ മൊഴികൾ ഉണ്ടായിരുന്നത്. ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം ക്ലിഫ് ഹൗസിൽ യോഗം ചേർന്ന് പദ്ധതി റെഡ് ക്രസന്റ് നേരിട്ട് നടത്തുന്ന വിധത്തിലാക്കിയത് കമ്മീഷൻ കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നുവെന്നാണ് സ്വപ്ന പറഞ്ഞത്. എന്നാൽ ഇതിനോട് ചേരുന്നതല്ല കുറ്റപത്രത്തിൽ മറ്റൊരിടത്ത് ശിവശങ്കറിനെതിരെ സ്വപ്ന നൽകിയ മൊഴി. ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിൽ 2019 ജൂലൈ 11 ഒപ്പിട്ട ധാരണാപത്രത്തിൽ പറയുന്നത് വടക്കാഞ്ചേരി പദ്ധതിയുടെ നിർവഹണം ആര് പൂർത്തിയാക്കുമെന്നാണ്. സ്വപ്ന EDക്ക് നൽകിയ മറുപടി പ്രകാരമെങ്കിൽ ഈ ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. പദ്ധതി സർക്കാർ പൂർത്തിയാക്കാനായിരുന്നു ധാരണാപത്രം. എന്നാൽ തൊട്ടടുത്ത ദിവസം ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി, കോൺസുൽ ജനറൽ ശിവശങ്കർ, സ്വപ്ന എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ഈ ഒരു തീരുമാനത്തിന് വലിയ രീതിയിലുള്ള മാറ്റമാണ് വന്നത്. പകരം റെഡ് ക്രസന്റ് പൂർത്തിയാക്കി കൈമാറുന്ന വിധത്തിലാക്കി കാര്യങ്ങൾ. സർക്കാരിന്റെ വ്യവസ്ഥകളും നിബന്ധനകളും അനുസരിച്ച് പോയാൽ അഴിമതി നടക്കില്ലെന്ന് കണ്ടാണ് തീരുമാനം മാറ്റിയത് എന്ന് സ്വപ്നയും മൊഴി നൽകി. എന്നാൽ കുറ്റപത്രത്തിന്റെ 128-ാം പേജിൽ ശിവശങ്കർ സ്വപ്നയ്ക്ക് അയച്ച വാട്സപ്പ് സന്ദേശം ED എടുത്തു കാണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ അറിവിലേക്ക് റെഡ് ക്രസന്റ് എഴുതിയ കത്തായിരുന്നു ഇത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി റെഡ് ക്രസന്റ് തന്നെ പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാർ ഉറപ്പ് നൽകിയത്. ജൂലൈ 9 നൽകിയ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിന് ശേഷം ധാരണാപത്രം ഒപ്പുവെച്ചു. ചോദ്യം ചെയ്യലിൽ സ്വപ്ന ഇത് അംഗീകരിച്ചു. എന്നാൽ ധാരണാപത്രത്തിന്റെ പദ്ധതി സർക്കാർ നടപ്പാക്കുമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നെന്ന സ്വപ്നയുടെ വാദം അവരുടെ മൊഴിയിലൂടെ തന്നെ റദ്ദാകുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും വളരെ നിർണായകമായ ഈ ഒരു കേസ്, അതായത് സർക്കാരിനെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ ഒരു കേസ് തന്നെയാണ് ഈ ഒരു സ്വർണ്ണക്കടത്ത് കേസ്. നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്തിയ ഈ കേസിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ പിടിയിലായി. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി സർക്കാരിന് തീർത്തു. അത്തരത്തിലുള്ളൊരു കേസാണിത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നീക്കങ്ങൾ ഇതൊക്കെയാണ്. നയതന്ത്ര ബാഗേജിലുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരിലേക്ക് മാറ്റുന്ന ആ വിഷയത്തിൽ എന്തായാലും സുപ്രീം കോടതി നിർണായകമായ ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.